ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഞാനിപ്പം വെളിയിൽ ജോലിക്ക് പോകാത്ത ഒരാളുടെ കാര്യത്തിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ രാവിലെ എഴുന്നേൽക്കണു, നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലോട്ട് കയറുന്നു. അവിടെ ഭയങ്കര എന്താ പറയുക, തലങ്ങ് വിലങ്ങ് ഓടിയിട്ട് നമ്മൾ കുക്കിംഗ് ചെയ്യുന്നു, പിന്നെ ഭക്ഷണം കഴിക്കുന്നു, ഭർത്താവിനെ വിടുന്നു, കുട്ടികളെ വിടുന്നു, അടിക്കുന്നു, തുടയ്ക്കുന്നു, തൂക്കുന്നു, അലക്കുന്നു, പിന്നെയും കുക്കിംഗ്, അത് കഴിക്കുന്നു, പിന്നെ എന്തൊക്കെയോ പണികൾ ചെയ്യുന്നു, രാത്രി കഴിയുമ്പോൾ കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസവും സെയിം പോലെ തന്നെ അല്ലേ? ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്ക് ആലോചിക്കും, ഇതെന്തിട്ടാണിത്, എല്ലാ ദിവസവും സെയിം കാര്യങ്ങൾ തന്നെ, ഒരു മാറ്റം ഇല്ലാണ്ട് രാവിലെ എഴുന്നേൽക്കണം, എന്തൊക്കെയോ ചെയ്യണു, രാത്രി അവിടെ കിടന്നുറങ്ങണു, പിറ്റേ ദിവസവും അതുപോലെ തന്നെ എന്ന് ചിന്തിക്കാറില്ലേ? ഞാനും ചിന്തിക്കാറുണ്ട്. ഈ ഒരു സംഭവം നമുക്ക് കൂടുതലായിട്ട് വരുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മൾ യൂട്യൂബും ഇൻസ്റ്റയൊക്കെ നോക്കുമ്പോൾ നമ്മൾ അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും കുറേ റീല്, അവരവിടെ പോകുന്നു, ട്രാവൽ ചെയ്യണു, എവിടെയൊക്കെയോ എന്തൊക്കെയോ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു, പുതിയ കാറ് മേടിക്കുന്നു, പുതിയ വീട് മേടിക്കുന്നു. അങ്ങനെ ആ കാണുന്ന, ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആയിരിക്കും, അവരുടെ ലൈഫിൽ അവർ ഇതുപോലത്തെ കുറേ അച്ചീവ്മെൻറ്റ്സ്, കുറേ ഡ്രസ്സ് മേടിക്കുന്നു, കുറേ മേക്കപ്പ് ഐറ്റംസ് മേടിക്കുന്നു, അങ്ങനത്തെ കുറേ സാധനങ്ങളായിരിക്കും നമ്മൾ കണ്ട് വരണേ. അതൊക്കെ കുറേ കാണുമ്പോഴായിരിക്കും, നമ്മുടെ ലൈഫിൽ ഇതൊന്നും ഇല്ലല്ലോ, നമ്മുടെ ലൈഫ് ഒരു സാധാ ജീവിതം പോലെ പോകുന്നു എന്നുള്ളൊരു സാധനം കൂടുതൽ അങ്ങോട്ട് അടിച്ച് കയറി വരിക അല്ലേ? ശരിക്കും നമ്മുടെ ഈ ലൈഫൊക്കെ ബോറിംഗ് ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്നിട്ട് കമൻറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഓരോരുത്തർ അവരവരുടെ അച്ചീവ്മെൻറ്റ്സും അവരുടെ നല്ല നല്ല മൂമെൻറ്റ്സും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ തോന്നും, ഞാൻ എന്താ ഇത്രയും കാലം കൊണ്ട് നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ രാവിലെ എഴുന്നേൽക്കണം, എന്തൊക്കെയോ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യണു. ഈവൻ ഒരു ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ പോലും മേ ബി ചിലപ്പോൾ വലിയ നമ്മളെ നോക്കുമ്പോൾ, പക്ഷെ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് അത് വലിയ കാര്യമായിരിക്കും. പക്ഷെ നമുക്ക് ചിലപ്പോൾ തോന്നും, നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, എന്നാൽ പോലും നമുക്ക് വലിയ സംഭവങ്ങളൊന്നും നമുക്ക് നേടാൻ പറ്റിയിട്ടില്ലല്ലോ. നോക്കി അവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യണേ, എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കണേ, എപ്പോഴെപ്പോഴും അവർ യൂട്യൂബിൽ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണു, സ്റ്റാറ്റസ് ഇടണു എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടായിരിക്കും അല്ലേ? നമുക്കുണ്ടല്ലോ നമ്മുടെ ലൈഫ് ചില സമയങ്ങളിൽ ബോറിംഗ് ആയിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഫുൾ വേർഷൻ നമ്മൾ കാണുന്നുണ്ട്, നമ്മളത് അനുഭവിക്കുന്നുണ്ട്. മറ്റൊരാളുടെ ഫുൾ വേർഷൻ നമ്മൾക്ക് അറിയില്ല. ഈ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടുന്നതായിക്കോട്ടെ, എല്ലാവരും ഒരു പരിധി വരെ നമ്മളുടെ നല്ല നല്ല കാര്യങ്ങൾ, നമ്മളുടെ ഹാപ്പി മൂമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യത്തുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, യൂട്യൂബിൽ എന്തും കൊണ്ടുവന്നിടാം എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ പറയുന്നത്, നമ്മളെ പോലെ തന്നെ അവരുടെ ലൈഫിലും ബോറിംഗ് ആയിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ലൈഫൊക്കെ അത്രയ്ക്ക് ബോറിംഗ് ആണോ? നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾക്ക് സ്കൂളിൽ പോവുക, ആ ഒരു സ്കൂളിലെ പരിപാടികളൊക്കെ നമുക്ക് അത്രയ്ക്കും ബോറായിട്ടുള്ളൊരു പരിപാടിയായിരുന്നില്ലേ? ദൈവമേ, ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ ഈ പഠിപ്പൊക്കെ ഒന്ന് നിന്നാൽ മതിയായിരുന്നു, ഒന്ന് വലുതായിട്ട് വല്ല ജോലിക്കൊക്കെ പോവുക, അങ്ങനത്തെ ഒരു വലിയ ആളായാൽ മതിയായിരുന്നു. അതായത് നമ്മളേക്കാൾ മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് അങ്ങനത്തെ മുതിർന്ന ഒരു വലിയ ചേച്ചി ആയാൽ മതി എന്നായിരുന്നു അന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്. അന്ന് നമ്മളുടെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും ബോറിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന നമ്മളുടെ ഒരു മൂമെൻറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു പീരീഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ ഒരുപാട് ആൾക്കാർ പറയുന്നത് എന്തായിരിക്കും? നമ്മളൊന്നും അറിയാതെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന്, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലം, നമ്മുടെ ബാല്യകാലമായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാന്ന് പറയും അല്ലേ? അന്ന് നമുക്കത് ബോറിംഗ് ആയിരുന്നു, പക്ഷെ ഇപ്പം നമ്മളത് മിസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കാര്യങ്ങളും. ഇപ്പം മേ ബി ചിലപ്പോൾ നമ്മളിങ്ങനത്തെ വീട്ടിലെ ജോലീൻ്റെ തിരക്കുകളും പുറത്തുള്ള ജോലീൻ്റെ തിരക്കുകളും മക്കൾക്കിടെ കാര്യവും മറ്റേ ഭർത്താവിൻ്റെ കാര്യം അതെല്ലാം ഒരുമിച്ച് നോക്കുന്നതൊക്കെ നമുക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷേ ഈ പറയുന്ന പോലെ, ഞാൻ ഫോർ എക്സാമ്പിൾ കുട്ടികളെ എടുക്കാം. ഇപ്പോൾ പക്ഷെ കുറച്ച് കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അതൊക്കെ ഇരിക്കുമല്ലേ? അവരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്, അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിരിക്കുമല്ലേ നമ്മൾ കുറച്ചും കൂടെ പ്രായമായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ലൈഫൊന്നും ഒരു ബോറിംഗ് അല്ല. പക്ഷെ ചില സമയത്ത് ഈ റൊട്ടീൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് ഇച്ചിരി മടുപ്പ് വരും. കാരണം നമ്മൾ പച്ചയായിട്ടുള്ള മനുഷ്യന്മാരാണ്. അപ്പോൾ നമുക്ക് നല്ല നല്ല കലാപരിപാടികളിലേക്ക് ഏർപ്പെടാൻ പാടില്ല. എന്തൊക്കെയുണ്ട്? ഡാൻസ് കളിക്കുക, വെളിയിൽ പോവുക, ഭക്ഷണം കഴിക്കാൻ പോവുക, സിനിമ കാണാൻ പോവുക, ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ വലിയ ചിലവൊന്നും ഇല്ലാത്ത ചോട്ട എൻ്റർടൈൻമെൻറ്റ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോറിംഗ് ഉള്ള പരിപാടി ഉണ്ടാവില്ല.
പിന്നെ ഞാനടക്കം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമ്മൾ ഈ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, വലിയ വലിയ വ്യൂസും സബ്ബൊക്കെ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ അവരിങ്ങനത്തെ ഓരോരോ സംഭവങ്ങളൊക്കെ ഇതാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇതായിരുന്നു. ദൈവമേ, അവരെന്ത് ഇതായിട്ടാളെ ജീവിക്കണേ, അവർ എന്നെ സാധനങ്ങളൊക്കെ മേടിച്ചു കൂട്ടണു, എന്ത് നല്ല ഫാമിലിയാണെന്നൊക്കെ ഞാൻ കുറേ ഇതാക്കിയിട്ടുണ്ട്. പക്ഷേ പല ഇൻഫ്ലുവൻസും അവരുടെ ആ ഒരു ഇത് തന്നെ പിന്നെ തല തിരിച്ചിട്ട് അവർ വീഡിയോസിൽ വരാറുണ്ട്. അതവരുടെ ഡ്രാമയാണോ എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഞാൻ ആരുടെയും പേരും ഒന്നും എടുത്തിവിടെ പറയുന്നൊന്നുമില്ല. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടായിരിക്കും. പണ്ടൊക്കെ വലിയ അടിപൊളിയായിട്ട് ഓരോന്ന് കാണിക്കുകയും ഇതൊക്കെയും ചെയ്തിട്ടുള്ള ആ ഒരു സെയിം വീഡിയോ ചെയ്യുന്ന ആൾക്കാർ തന്നെ പിന്നെ അവരുടെ ലൈഫിലെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ കാണിച്ചിട്ട് വീഡിയോസ് ഇടുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസിൻ്റെ ലൈഫ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മറ്റേ സിനിമ കണ്ടിട്ടില്ലേ, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കത്തിലെ മറ്റേ യമുന റാണിയില്ലേ. യമുന റാണി ഭയങ്കര ഫിലിം ആക്ട്രസ്സാണ്. അതിൽ മറ്റുള്ള ആ 3 പേരില്ലേ, നമ്മുടെ കൽപ്പനയല്ലല്ലോ, എന്തായിരുന്നു അവരുടെ പേരൊക്കെ, മറന്നുപോയി. അവർ 3 പേരും ഉണ്ടല്ലോ ഭാര്യമാർ. അവർക്ക് എന്താ യമുന റാണിനെ പോലെ ഭയങ്കര അടിപൊളിയായിട്ട് ജീവിക്കണം അങ്ങനെയൊക്കെയാണ്. പക്ഷേ യമുന റാണിക്ക് എന്തായിരുന്നു മനസ്സിലാഗ്രഹം? ആ 3 ആൾക്കാരെ പോലെ ഒരു ഭാര്യയായിട്ട്, നല്ലൊരു ഭർത്താവിൻ്റെ ഭാര്യയായിട്ട്, കുട്ടികളൊക്കെ ആയിട്ട് സാധാ ഒരു വീട്ടമ്മയായിട്ട് ഇരിക്കണം എന്നൊക്കെയായിരുന്നു അവരുടെ സ്വപ്നം. അതേ ഉള്ളൂ. ഈ അക്കരപ്പച്ച എന്ന് പറയില്ലേ, ഇപ്പം നമ്മൾ ഒരുപാട് പേരുടെ ഈ യൂട്യൂബിലും അതിലൊക്കെ നോക്കി ഒരുപാട് പേരുടെ ലൈഫ്, അയ്യോ അവരെന്തൊക്കെയാണ് മേടിച്ചു കൂട്ടണേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ, നമ്മുടെ ലൈഫ് ഒന്നും ഇതുമില്ല, രാവിലെ എണീക്കണോ കുക്ക് ചെയ്തു ക്ലീൻ ചെയ്തു അത് ഇതായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ചിലപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അറിയാതെ നമ്മുടെ ലൈഫ് കണ്ടിട്ട് എനിക്ക് അവരെ പോലെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ, എനിക്ക് അവരെ പോലെയൊക്കെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. കാരണം നമ്മളെക്കാട്ടിലും നമ്മുടെ അത്രയും ഇല്ലാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ അവർ ഇതേപോലെ ആയിരിക്കും കാണുന്നത്. അതൊരു പ്രകൃതി നിയമമാണ്. നമ്മളെക്കാട്ടിലും എന്തെങ്കിലുമൊക്കെ കൂടുതലുള്ള ആൾക്കാരെ നോക്കിയിട്ട് അയ്യോ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ, എനിക്ക് അവരെ പോലെ കാക്കാൻ പറ്റിയിരുന്നെങ്കിലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതും ഒരു പ്രോസസ്സ് പോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീട്ടിലുള്ള അടിക്കലും തൂക്കലും വീട്ടിലെ ഡെയിലി റൊട്ടീനും കാര്യങ്ങളൊക്കെ ചെയ്ത് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഇതൊക്കെ നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ മിസ് ചെയ്യാൻ പോകുന്ന മൊമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും. ഇപ്പം നിങ്ങൾ ആലോചിച്ചു, ഈ വീഡിയോസ് കാണുന്നതിൽ ഒരു 50-55 വയസ്സൊക്കെ പ്രായമുള്ള ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ പണ്ട് ചിലപ്പോൾ അവരുടെ മക്കൾ ചെറുതായിരുന്ന സമയത്ത് എല്ലാം കൂടെ മാനേജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരിക്കും. ദൈവം ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണമല്ലോ എന്നാലോചിച്ച് ദേഷ്യം വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പം ചിലപ്പോൾ അവരുടെ മക്കളൊക്കെ ജോലിക്കോ പഠനത്തിനൊക്കെ ആയിട്ട് ദൂര സ്ഥലത്തായിരിക്കും. അപ്പോൾ നിങ്ങൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതും അവരിങ്ങനെ പിറകെ നടന്ന് നിങ്ങളെ ശല്യപ്പെടുത്തിയതും ഒക്കെ നിങ്ങൾ മിസ് ചെയ്യേണ്ടായിരിക്കില്ലേ? അത്രയേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ നമ്മൾ ഇന്ന് ചിലപ്പോൾ ഇങ്ങനെ എന്ന് പറയുന്ന സാധനമായിരിക്കും കുറേ കഴിയുമ്പോൾ നമ്മൾ മിസ് ചെയ്യുന്നത്. സോ എല്ലാ മൊമെൻറ്റ്സും അടിപൊളിയാണ്, ഒന്നും ബോറിംഗ് ആയിട്ടുള്ളതല്ല. ലൈഫ് അടിച്ച് പൊളിക്കുക. പിന്നെ ഇതുപോലെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ടായെന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം ഒരുപാട് പേർക്ക് എന്തെങ്കിലുമൊക്കെ തുടങ്ങാനൊക്കെ ഒരു മോട്ടിവേഷനാണ്. സത്യം പറയാലോ, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മൈ വേ ബൈ കല്യാണിയില്ലേ, ആളുടെ വീഡിയോസ് ഞാൻ കാണുമായിരുന്നു. ആളുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ആളൊരു സാധാ വീട്ടമ്മയായിട്ടിരിക്കുന്നൊരു ആളായിരുന്നു. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, ഓക്കെ ആൾ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ എന്നുള്ളൊരു തോട്ടിൻ്റെ പുറത്താണ് കേട്ടോ ഞാൻ സിൻസിയറായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരുടെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമുക്ക് ചെയ്യാം. പക്ഷെ ഒരിക്കലും അവർക്ക് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കാതെ അവർക്ക് നേടിയതുപോലെ നമുക്കും നേടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉള്ളിൽ വളർത്തിയെടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് ലൈഫ് കുറച്ചും കൂടി അടിപൊളിയാക്കാം. അപ്പോൾ പറഞ്ഞ പോലെ ലൈഫിലുണ്ടാവുന്ന കുഞ്ഞു സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ബോറടിക്കില്ല. ഇൻ കേസ് ബോറടിച്ചാൽ തന്നെ എങ്ങോട്ടെങ്കിലൊക്കെ പോവുക, നല്ല ഭക്ഷണം കഴിക്കുക, സിനിമ കാണുക, എവിടെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും ആ ബോറടി അങ്ങ് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.